ഏവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കളീനെ പറ്റിയിട്ടൊന്ന് വിലയിരുത്താൻ വേണം. അവർ ലക്നൗ സൂപ്പർ ജയൻസുമായിട്ട് തോറ്റെങ്കിലും അതിൽ എടുത്തു പറയുന്നത് ഒരു 5 അടി 7 ഇഞ്ചുകാരൻ്റെ കഥയാണ്. അതായത് നമ്മുടെ റിങ്കു സിംഗ് പണ്ടത്തെ തന്നെ പൊളിച്ചടിക്കുകയാണ്. പിന്നെയും എല്ലാവരും പ്രതീക്ഷിച്ച ബിഗ് ഹിറ്റേഴ്സായ വെങ്കടേഷ് അയ്യർ, അതുപോലെ തന്നെ ആന്ധ്ര റസൽ, സുനിൽ നരേന്, ഇവരൊക്കെ ഉണ്ടായിട്ടും രമൺദീപ് സിംഗ്, ഇവരൊക്കെ ഉണ്ടായിട്ടും അടിപൊളി. അതായത് നമ്മൾ കണ്ടാൽ തന്നെ ആട് ഹിറ്ററാണ് എന്ന് പറഞ്ഞാൽ ആന്ധ്ര റസലിനൊക്കെ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ റിങ്കു സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹിറ്ററാണ് നമുക്കറിയാം, അദ്ദേഹത്തിന് അതിനുള്ള ക്ഷമത ഉണ്ടെന്നും. പക്ഷേ 5 അടി 7 ഇഞ്ചുകാരന്, അതായത് ഏകദേശം ഒരു 170 സെൻറ്റിമീറ്റർ മാത്രമായിട്ടുള്ള ആ പുള്ളി കളിച്ച കളി തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഉത്തർപ്രദേശുകാരൻ്റെ ആ കളി കാണാൻ അതിമനോഹരമായിരുന്നു. അത്രയ്ക്ക് പെർഫെക്റ്റായ ഷോട്ടുകളാണ് ആ പുള്ളി കളിച്ചത്. പുള്ളിയിൽ നിന്ന് അതുകൊണ്ട് തന്നെയാണ് പുള്ളിയെ 13 കോടി കൊടുത്ത് കൊൽക്കത്ത നിലനിർത്തിയതും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് T20 ടീമിൻ്റെ ഫിനിഷറായിട്ട് നിൽക്കുന്നതും. അദ്ദേഹത്തെക്കാൾ ഹിറ്റിംഗ് കേപ്പബിലിറ്റിയുള്ള പല ശിവൻ ദുബെയെ അടക്കം മാറ്റി നിർത്തിയാണ് വിജയ് ശങ്കർ, അതുപോലുള്ള ഒരുപാട് പ്ലെയേഴ്സിന്, രമൺദീപ് സിംഗ്, ഇവരൊക്കെ മാറ്റി നിർത്തിയാണ് ഇപ്പോഴും T20യിൽ അദ്ദേഹത്തെ ഫിനിഷർ റോളിൽ ഇപ്പോഴും ഉപയോഗിക്കാൻ തയ്യാറാവുന്നത്. ഹാർദിക് പാണ്ഡ്യയോടൊപ്പം തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് റിങ്കു സിംഗിൻ്റെയും. അതുകൊണ്ട് തന്നെയാണ് ഇന്നും അദ്ദേഹം ഇന്ത്യൻ T20 ടീമിൻ്റെ ഭാഗമായിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പിനും ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി തീരേണ്ട ഒരാൾ തന്നെയാണ് T20 വേൾഡ് കപ്പിൻ്റെ 2026. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ ടീമിൽ മികച്ചൊരു ഫിനിഷർ എന്ന റോളിൽ കളിക്കാൻ ഏറ്റവും പ്രാപ്തനും അദ്ദേഹം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ 238 എന്ന സ്കോർ ശരിക്കും ഒരു ഉയർന്നൊരു സ്കോർ തന്നെയാണ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ. അത് മറികടക്കാൻ അസാധ്യമാണെന്ന് തോന്നുന്നതാണെങ്കിലും നല്ല രീതിയിലുള്ളൊരു പ്രകടനമാണ് നമ്മുടെ കൊൽക്കത്ത കാഴ്ചവെച്ചത്. തുടക്കത്തിൽ നല്ല രീതിയിലുള്ളൊരു ഹിറ്റിംഗ് സ്റ്റാർട്ട് കൊടുത്തെങ്കിലും അവർക്ക് കാര്യമായി ഒന്ന് ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് അവസാനം ആന്ധ്ര റസലോ രമൺദീപ് സിംഗോ ആരെങ്കിലും ഒരാൾ കുറച്ചുകൂടി ഒരു സപ്പോർട്ട് റിങ്കുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് അവരുടെ കയ്യിൽ കളി നിന്നേനെ. കാരണം വെറും നേരോ മാർജിനിൽ മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിയുന്നത്. 4 റൺസിൻ്റെ ജയം. എന്തു തന്നെയായാലും അടിപൊളി ഇന്നിങ്സ് തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും റിങ്കു സിംഗിൻ്റെ ഇന്നിങ്സാണ് എടുത്തു പറയേണ്ടത്. തോറ്റെങ്കിലും ജയിച്ച പോരാളിയായി മാറിയിരിക്കുകയാണ് ഈ ഉത്തർപ്രദേശുകാരൻ, ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായ ഈ ഫിനിഷർ.